നമസ്കാരം. ഞാൻ ഷാനവാസ് വക്കീൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് ഒരു 15 വർഷത്തിന് മുമ്പ് എനിക്ക് വന്ന ഒരു കേസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. 15 വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ ഒരു കേസ് അവരുടെ പരിചയമുള്ള ഒരു ബന്ധു കൊണ്ടുവന്നു, എനിക്ക് കൊണ്ടു തന്നു. ഞാനത് ആ കേസ് ഫാമിലിക്ക് കോടതിയിലെ കേസാണ്. അപ്പോൾ ഫാമിലി ഈ കേസ് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മാമൻ്റെ മകനാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം വാങ്ങിച്ചൊക്കെ നോക്കി. പിന്നെ സ്വർണം 50 പവൻ്റെ സ്വർണം കൊടുത്താണ് കെട്ടിച്ചതെന്നൊക്കെ പറയും. വളരെ ദാരിദ്ര്യം കുടിച്ച ഒരു ഫാമിലിയാണ്, പാവപ്പെട്ട ഫാമിലിയാണ്. അപ്പോൾ വന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനകത്ത് കേട്ടുകൊണ്ട് ശരി നമുക്ക് കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞ് അതിനകത്ത് അവർ കോർട്ട് ഫീസിനുള്ള പൈസയൊക്കെ വാങ്ങിച്ച് മാത്രം കേസ് ഫയൽ ചെയ്തു. കേസിൻ്റെ വിസ്താരം മധ്യേ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു തീർപ്പാക്കണം എന്ന് പറഞ്ഞു. അന്ന് ഇതേപോലെ മീഡിയേഷനൊന്നുമില്ല. 15 വർഷത്തിന് മുമ്പ് മീഡിയേഷനൊന്നുമില്ല, കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ ഫാമിലി കോടതിയിൽ. അങ്ങനെ അവിടെ കൊടുത്തു. 498A കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഫാമിലി കോടതി കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം കൊടുത്തു. ഇവരുടെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം കൊടുത്തു. ഒത്തീർപ്പാക്കി 5,35,000 5,50,000 രൂപയ്ക്കും കണ്ട് ആ പയ്യൻ അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയെല്ലാം തയ്യാറായി വിധിയൊക്കെ എഴുതി 6 മാസത്തിനകത്ത് കൊടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അവർ പോയതിന് ശേഷം രണ്ടാമത് ഒരു കല്യാണത്തിന് റെഡിയായി. അവർ തന്നെ രണ്ടാമതൊരു കല്യാണം റെഡിയായിരിക്കുന്നു സാർ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറയും ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇത് വിവാഹമോചനമൊക്കെ തലാക്കൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്തു. അതൊക്കെ കൊണ്ട് അവർ പോയി രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അപ്പോൾ ഈ പൈസ 6 മാസം കഴിഞ്ഞ് കൊടുക്കാൻ റെഡിയായി വന്ന സമയത്ത്, അവൻ പൈസയും കൊണ്ടുവന്ന സമയത്ത് ആ പെൺകുട്ടി ഗർഭിണിയും കൂടെ ആയിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഈ പൈസയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു ഫീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അവർ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, ഭയങ്കര കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുച്ഛമായ പൈസയും വാങ്ങിച്ച് അവരെ ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. അവർ പോയി. പിന്നെ ആദ്യത്തേൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ചിലവിനും അവൻ കൊടുക്കാമെന്ന് പറയും. മാസം തോറും ചിലവിനും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ 5,50,000 രൂപ എത്രയും കണ്ടാണ് അവൻ കൊടുത്തതെന്ന് എൻ്റെ ഓർമ്മ. അവൻ പൈസ കൊണ്ട് കൊടുത്തു. അതെല്ലാം മേടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഈ രണ്ടാമത്തെ കല്യാണത്തിലുള്ള പ്രഗ്നൻ്റ് ആയിരുന്നു അവർ. കല്യാണം പിന്നെ ഡെലിവേർഡുമായി. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചത്. ആദ്യത്തേലും ഒരു ആൺകുഞ്ഞിനെയാണ് അവർ ഉള്ളത്, രണ്ടാമത്തേലും ഒരു ആൺകുഞ്ഞ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് ഈ കേസ് ഒരു പക്ഷേ രണ്ടാമത്തെ കല്യാണം കഴിച്ചത് എനിക്ക് അറിയാമെന്നുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ഞാൻ ആ കല്യാണത്തിന് പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവിടെ വന്ന് ആ കല്യാണത്തിന് പങ്കെടുത്തതിന് ശേഷം ആ കല്യാണം നടന്നു. ഈ കുട്ടിയെ പ്രസവിച്ചു. അതിന് ശേഷം അവൻ ഗൾഫിലൊക്കെ പോയതിന് ശേഷം നാട്ടിൽ വരികയും അവൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുകയും ഒക്കെ ചെയ്യേണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങളായി. അപ്പോൾ ഈ ആദ്യത്തെ കല്യാണത്തിൻ്റെ നഷ്ടപരിഹാരം വാങ്ങിക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന നിൻ്റെ ഇപ്പോഴത്തെ ഭർത്താവ് ഒരു പക്ഷേ ഈ പൈസയുടെ കാര്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യമോ എന്നോട് ചോദിച്ചാൽ പറയണമോ എന്ന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു സാർ അത് പറയണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്താ കാര്യം എന്താ? അത് അവനും കൂടെ അറിഞ്ഞിരിക്കണം, അവിടെയും ചെറിയ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഭാഗ്യവശാൽ അവൻ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുമില്ല. കുറഞ്ഞ നാൾ കഴിഞ്ഞതിന് ശേഷം അറിയുന്നു അത് പ്രശ്നമായി, വീട്ടിൽ വന്നിരിക്കുകയാണ് എന്ന് പറയും. അതിലും ഒരു കുട്ടിയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കേസ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും പറ്റില്ല, എനിക്ക് അവന് പരിചയമുള്ളവനാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേസ് നടത്താൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അത് അടുത്ത ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ ആ കേസ് നടത്തി വരവേ പിന്നെ അതും സെറ്റിലായി. അമ്മ പൈസ കൊടുത്തു. അമ്മ എത്രയും ലക്ഷം രൂപ കൊടുത്തു. അവൻ തീർപ്പാക്കി. അമ്മ അതിൻ്റെ ജീവനും കൊണ്ട് അവൻ പോവുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മൂന്നാമത്തെ കല്യാണത്തിന് തയ്യാറായി. അതിൽ പിന്നെ അപ്പം 2 കുട്ടികളായി. മൂന്നാമത്തേലും കല്യാണം കഴിഞ്ഞു. അതിലും ഒരു കുട്ടിയായി. 3 ആൺകുട്ടികളാണ്, അതിലൊരു കുട്ടിയായി. അപ്പോൾ അവൻ്റെ നിന്നും പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വിട്ടു. 4ാമത്തെ ഒരു വിവാഹം കഴിച്ചു.
നാലാമത്തെ ഒരു വിവാഹം ഇത് ഈ സെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ കൂടെയാണ് ഇത് പരിചയപ്പെടുന്നത്. ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെടുന്നു, കല്യാണത്തിനെല്ലാം റെഡിയാക്കുന്നു, ഫേസ്ബുക്കിൽ കൂടെ പോയി റെഡിയാക്കി വീട്ടിൽ പറയുന്നു, അതിനിടയ്ക്ക് കല്യാണം നടത്തുന്നു. അപ്പോൾ അവിടെ ബാപ്പാക്കൊന്നും ഒരു റോളും ഇല്ല, തന്തയ്ക്കൊന്നും ഒരു റോളും ഇല്ല, തള്ളയും മകനും മക്കളൊക്കെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ നാലാമത്തെ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലും ഒരു കുട്ടി ജനിച്ചു. അതിൽ ഏറ്റവും വലിയൊരു വിചിത്രമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ കേസ് കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് കോടതിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ 75 പവൻ്റെ സ്വർണത്തിൻ്റെയാണ് പറഞ്ഞിരുന്നത്. അതിനകത്ത് 75 പവൻ്റെ സ്വർണ്ണം ഇട്ടാണ് കെട്ടിച്ചത് എന്നുള്ള രീതിയിൽ വീട്ടിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ 75 പവൻ്റെ സ്വർണം കൊടുത്താണ് കെട്ടിച്ചതെന്ന് പറഞ്ഞ് കോടതി അവൻ പറഞ്ഞു കൊടുക്കില്ല, 5 പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവൻ്റെ വസ്തുക്കളെല്ലാം കയറി ജപ്തി ചെയ്തു. നാലാമത്തെ കല്യാണമാണ്, അപ്പോൾ മൂന്നാമത്തെ കല്യാണം. അപ്പോൾ വസ്തുക്കളെല്ലാം ജപ്തി ചെയ്തെല്ലാം ഇട്ട് കോടതിയിൽ കേസ് ട്രയൽ നടത്തി, ആ കേസ് വിചാരണ നടത്തി, കേസിൽ വിധി വന്നപ്പോൾ ആ വിധിയിലെ ജഡ്ജ്മെൻറ്റ് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് മറ്റവനെ ഈ ആദ്യത്തെ രണ്ടാമത്തെ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മൂന്നാമത്തതും പ്രശ്നങ്ങളായി, അതിൻ്റെ വിധി വന്നു, അവൻ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഫലിതമായിട്ടും ഞാനും അതിനെ ഫലിതമായിട്ട് എടുക്കുന്നു. നിങ്ങളാണ് കാരണം നിങ്ങൾ 5,50,000 രൂപ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടാണ് അവൾക്ക് അത് രുചി പഠിച്ചു പോയി, ആ പൈസയിൽ രുചി കയറി അവളിപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് അന്ന് 5,50,000 രൂപ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടാണ് അവളിപ്പോൾ എല്ലാവർക്കെതിരെ കേസുകൾ ഇങ്ങനെ കൊടുക്കുകയും കല്യാണം കഴിക്കുക ഒരു കുട്ടിയാവുകയും ആ കുട്ടിക്കെതിരെ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കുന്നു. അത് ജീവിതകാലം മൊത്തം ആ കുട്ടിയിൽ നിന്ന് ആ കുട്ടിക്ക് വേണ്ടി ആ പൈസ 18 വയസ്സ് വരെ ആ കുട്ടിക്ക് പൈസകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഫലിതമായിട്ട് തോന്നി പറഞ്ഞു. എങ്കിലും അതിനകത്ത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. കാരണം പൈസയിൽ അവൾ രുചി പഠിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ കല്യാണത്തിൻ്റെ കേസിൻ്റെ വിധി വന്നിരിക്കുന്നത് 75 പവൻ്റെ സ്വർണം കൊടുത്തു എന്ന് തെളിയിക്കാനുള്ള രേഖയില്ല പറയുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, 75 പവൻ്റെ സ്വർണം കൊടുത്തു എന്ന് തെളിയിക്കാനുള്ള രേഖയില്ല, ഫോട്ടോഗ്രാഫ്സ് ഇല്ല, സ്വർണം വാങ്ങിയ ബില്ലുകളില്ല. എങ്കിലും വാദിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 35 പവൻ്റെ സ്വർണം കൊടുക്കണമെന്നാണ് കേസ്. 35 പവൻ്റെ സ്വർണത്തിൻ്റെ പൈസയോ സ്വർണത്തിൻ്റെ ഇതോ കൊടുക്കണം എന്നുള്ളതാണ് കേസ്. അതിൻ്റെ വസ്തുവെല്ലാം ജപ്തി ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കുട്ടികളായി, ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി വിധി വന്നിരിക്കുന്നു. മറ്റൊന്ന് അവൻ്റെ വസ്തുക്കളെല്ലാം ജപ്തി ചെയ്ത് അവൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വസ്തുക്കളെല്ലാം ജപ്തി ചെയ്ത് മൂന്നാമത്തെ കേസിൽ ജപ്തി ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നാലാമത്തത് അടുത്ത സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തത് കല്യാണത്തിൻ്റെ കോടതി കിടക്കണേ ഉള്ളൂ. അടുത്ത നാലാമത്തത് അവൾ രേഖ എല്ലാം ഉണ്ടാക്കി നാലാമത്തത് എല്ലാം കല്യാണം നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ദൂരോട്ടും കണ്ട് എവിടെയുള്ളതാണെന്ന് കേൾക്കുന്നുണ്ട്. അവനെക്കുറിച്ച് ഒരു വിവരമില്ല. അവൻ വരികയും കൊണ്ടുപോയി ഇവളെ ഗൾഫിൽ കൊണ്ടുപോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ കൂടെ ഉള്ളൊരു പരിചയമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, മാന്യന്മാർക്ക് പറ്റിയ സ്ഥലമല്ല കോടതി എന്ന് പറയുന്നത്. ഒരിക്കലും മാന്യന്മാർക്ക് പറ്റിയ സ്ഥലമല്ല കോടതി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ കേസിൽ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട് വരുന്ന കേസുകളെല്ലാം കോടതികളിൽ എത്രത്തോളം ആടാൻ പറ്റുമോ അത്രത്തോളം ആടി ഉലഞ്ഞ കേസുകളാണ് ഫേസ്ബുക്കിൽ കൂടെ വന്ന് ഈ വിവാഹമായിട്ട് വന്ന് കമ്പനി അടിച്ച് വന്ന് കല്യാണം കഴിക്കുന്നത്. അത് ഒരു നിമിഷം നേരം മതി അവൾ അടുത്തതിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾ വരുന്ന കല്യാണങ്ങൾ ചെറുപ്പക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ കൈ കൊടുക്കരുത്. അത് വളരെ അപകടകരമായ കേസാണ്. ആദ്യത്തെ കേസിൽ എങ്ങനെയാണ് നിങ്ങൾ കേസ് തീർത്തതെന്നും കേസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ അതിൽ കൈ കൊടുക്കാവൂ. എത്ര ഒരു നഷ്ടപരിഹാരം മാച്ചു, എങ്ങനെ മാച്ചു, ഏത് രീതിയിൽ മാച്ചു, എങ്ങനെ എല്ലാ കാര്യങ്ങളും തിരക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടി എടുത്ത് ചാടാവൂ. പെൺകുട്ടികളുടെ ലാവണ്യം കണ്ടുകൊണ്ട്, പെൺകുട്ടികളുടെ മട്ടും ഭാവവും കണ്ടുകൊണ്ട് നിങ്ങൾ എടുത്ത് ചാടിയ കഴിഞ്ഞാൽ അവസാനം വീണ് കാലൊടിയുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആ കേസിൽ അവൻ്റെ വീടെല്ലാം മൂന്നാമത്തെ കേസിൽ നാലാമത്തെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും എന്താവുമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഫേസ്ബുക്കിലൂടെ കാണുന്നത് കേൾക്കുന്നത് വെച്ചും കൊണ്ട് നിങ്ങൾ ചെന്ന് കല്യാണത്തിന് വന്ന് ചാടരുത്. അത് ഏറ്റവും വലിയ ദയനീയാവസ്ഥയിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ കുട്ടിയും ഒരെണ്ണം ഉണ്ടാവും, അതിനകത്ത് കാണാൻ പറ്റില്ല. ഇപ്പം 3 കുട്ടികൾ ജനിച്ചു, 3 ആൺകുട്ടികളാണ് അവൾക്കുള്ളതെന്ന് കേൾക്കുന്നു. ഇപ്പം നാലാമത്തതും ആവുമെന്ന് തോന്നുന്നത്, അതിനെക്കുറിച്ച് അറിയില്ല.
നാലാമത്തെ എവിടെ ഉള്ളതെന്നറിയില്ല, അവനെ ഫേസ്ബുക്കിൽ കൂടെ വളച്ച് അതിനകത്ത് കൊണ്ടുവന്ന് കല്യാണം നടത്തിയതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ കോടതിയിലെ കാര്യങ്ങളിൽ വരുമ്പോൾ വളരെയധികം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് ഈ കേസ് തീർക്കാനും പറ്റും. അത് നിങ്ങൾക്ക് മീഡിയേഷനിൽ വിട്ട് മാന്യന്മാർക്ക്, ഞാൻ നേരത്തെ പറയുമല്ലോ, മാന്യന്മാർക്ക് പറ്റിയ സ്ഥലമല്ല കോടതി എന്ന് പറയുന്നത്. അവിടെ വെച്ച് നിങ്ങൾ ഒത്തീർപ്പാക്കി കളഞ്ഞിട്ട് പോവുക. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തവും നിങ്ങളുടെ ജീവിതവും നശിക്കും, നിങ്ങളുടെ സമയവും നഷ്ടപ്പെടും, നിങ്ങളുടെ ആരോഗ്യവും നഷ്ടപ്പെടും. എല്ലാം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വെറും കരിമ്പൻ ചണ്ടി പോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത്. കോടതിയുടെ ഒരു കേസുമായി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര കുലക്കൊമ്പനായാൽ ശരിയാണ്, കോടതിയിൽ വരുന്ന ഒരു കേസിൽ വരുമ്പോൾ വളരെയധികം വിഷമങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് കോടതിയിൽ. അപ്പോൾ അവിടെ വരുന്നവരെന്നെല്ലാം നല്ലൊരു സ്ഥലമല്ല. അവിടെ വന്ന് നിന്ന് കാത്തു നിന്ന് ആ കേസിൽ നിങ്ങൾക്ക് എതിരെ വിധി വരാം, ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം, എല്ലാം വരാം. പക്ഷേ എങ്കിലും നിങ്ങൾ കോടതിയിൽ വരുന്ന കേസുകൾക്ക് ഇപ്പം മീഡിയേഷൻ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ മീഡിയേഷൻ വിടും. ആ കേസിൽ അവിടെ വെച്ച് ഒത്തീർപ്പാക്കി എന്താണ് കൊടുക്കാനുള്ളതെന്ന് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, എല്ലാവർക്കും പുനർവിചിന്തനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.